എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു, ആർക്കാണ് നീ വോട്ടിട്ടതെന്ന്. ഞാൻ ആർക്കാണ് വോട്ടിട്ടതെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് വോട്ടിടാൻ തീരെ താല്പര്യവുമില്ല. അഥവാ വോട്ടിട്ടാൽ തന്നെ അതാർക്കാണെന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്തിനാണ് വോട്ടിടുന്നത്? എൻ്റെ ചോദ്യമാണ്. ഇലക്ഷൻ ആവുമ്പോൾ തൊട്ടേ എല്ലാവരും ഓരോ വീടുകളിൽ പോയി ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ്. ഇതെന്തെങ്കിലും പാലിക്കുന്നുണ്ടോ? സമൂഹത്തിൽ എന്തെങ്കിലും നിറവേറ്റുന്നുണ്ടോ? തെന്നിയും തെറിച്ച് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരൊന്നും പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നില്ല. ഒരു തവണ ഇലക്ഷനിൽ നിന്ന് വോട്ടിടുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ജയിക്കുമ്പോൾ അവരൊന്നും ചെയ്യാതെ വരുമ്പോൾ അടുത്ത പ്രാവശ്യം വോട്ടിടാൻ പോകുമ്പോൾ ഇവർ ചിന്തിക്കണ്ടേ, ഇനി ഞങ്ങൾ എത്ര പോയി ചോദിച്ചാലും അവർ നമുക്ക് തരില്ല എന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതൊന്നും പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അവർക്ക് നമുക്ക് വോട്ട് തരാതെ നമ്മൾ തോറ്റുപോയതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ജയിക്കാൻ ശ്രമിക്കണം. എങ്ങനെ ജയിക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാം എന്ന് നമ്മൾ ചിന്തിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാം ഇങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും പോരില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ടിടുക. വോട്ടിട്ടാലും ഇട്ടില്ലേലും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മൾ അന്നന്ന് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. സാധനങ്ങളുടെ വില കയറി പോവുകയാണ്. ഈ കുത്തിടിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താലും കൊള്ളും, അല്ലേ? സാധാരണ എല്ലാവരും പറയും തീ കത്തുമ്പോൾ മാത്രമാണ് കൊള്ളുന്നത്. നല്ല തൊട്ടാൽ കൊള്ളും. അത് ഏത് വിധത്തിലും തൊടേണ്ട രീതിയിൽ തൊട്ടാൽ നമ്മൾ കൊള്ളും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വോട്ടിട്ടാലും വോട്ടിട്ടില്ലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മാമുണ്ണാൻ പറ്റൂ. ഈ കുഞ്ഞു വയറിൽ ചോറ് നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കഷ്ടപ്പെടുന്നവരെന്നും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കോടികളുള്ളവനെന്നും കോടികൾ കൊണ്ട് അമ്മാനമാടിക്കൊണ്ടേയിരിക്കും. അവർക്കെന്തും വിലയ്ക്ക് വാങ്ങാം. പാവപ്പെട്ടവർക്കൊന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. അന്നന്ന് കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് അന്നന്ന് കുടുംബം കഴിഞ്ഞു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം. മറ്റുള്ളവർ തരുന്ന വാഗ്ദാനങ്ങൾ കേട്ട് നമ്മൾ പുറകെ പോയാൽ എന്നെങ്കിലും ഒരു നാൾ അത് പൊട്ടി പാളീഷാകുമ്പോൾ നമ്മളും അവരോടൊപ്പം പാതാളത്തിലേക്ക് താഴ്ന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പാതാളത്തിലേക്ക് താഴണോ, ഭൂമിയിൽ ജീവിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. അപ്പോൾ ഇലക്ഷന് ജയിച്ചവരും നന്നായിരിക്കട്ടെ, തോറ്റവരും നന്നായിരിക്കട്ടെ. ജയിച്ചവർ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കട്ടെ എന്ന് ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് കൂടുതൽ നന്മ ഉണ്ടാകട്ടെ. നന്മ ചെയ്യുന്നവർക്ക് എന്നും നന്മകൾ കിട്ടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.